14-ാം നൂറ്റാണ്ടിൽ ബീഹാറിലെ മിഥിലയിൽ ഭക്തകവിയായ വിദ്യാപതി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശിവഭക്തി തുളുമ്പുന്ന കീർത്തനങ്ങൾ കേട്ട് കൈലാസനാഥനായ മഹാദേവനും അതിൽ അലിഞ്ഞുപോയി. ഭക്തനെ നേരിട്ട് സേവിക്കാൻ ആഗ്രഹിച്ച മഹാദേവൻ ഉഗ്ന എന്ന സാധാരണ മനുഷ്യനായി വേഷം മാറി വിദ്യാപതിയുടെ അടുത്തെത്തി. ദാരിദ്ര്യത്തിലായിരുന്ന വിദ്യാപതി പറഞ്ഞു, പുത്ര, എനിക്ക് നിനക്ക് ശമ്പളം തരാനുള്ള കഴിവില്ല. എങ്ങനെ നിന്നെ വേലയ്ക്ക് നിർത്തും? ഉഗ്ന മറുപടി പറഞ്ഞു, എനിക്ക് ശമ്പളം വേണ്ട പ്രഭു. എനിക്ക് നിങ്ങളുടെ ശിവകീർത്തനങ്ങൾ കേൾക്കാനും ദിവസത്തിൽ 2 നേരം ഭക്ഷണം കിട്ടിയാലും മതി. അങ്ങനെ യോഗനാഥൻ തന്നെ ഭക്തന്റെ വീട്ടിലെ വേലക്കാരനായി മാറി. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ദീർഘയാത്രയിൽ ദാഹത്താൽ വീണ വിദ്യാപതി ജലത്തിനായി നിലവിളിച്ചു. ഉഗ്ന ഈ കഷ്ടപ്പാട് സഹിക്കാനാകാതെ തന്റെ ജടയിൽ നിന്നും ഗംഗാജലം ഒരു പാത്രത്തിൽ പകർന്നു നൽകി. ജലം പാനം ചെയ്തപ്പോൾ വിദ്യാപതിക്ക് മനസ്സിലായി, ഇത് സാധാരണ ജലമല്ല. അദ്ദേഹം ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ ഉഗ്ന യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി പറഞ്ഞു, ഞാൻ മഹാദേവൻ തന്നെയാണ്. എങ്കിലും നീ എന്റെ രഹസ്യം ആരോടും വെളിപ്പെടുത്തരുത്. അപ്പോൾ മാത്രമേ ഞാൻ സദാ നിന്നോടൊപ്പം ഉണ്ടാകൂ. അദ്ദേഹത്തിന്റെ ഭാര്യ സുശീല ചെറിയ തെറ്റിൽ പ്രകോപിതയായി ഉഗ്നയെ ആക്രമിക്കാനായി ഓടിയപ്പോൾ ഗത്യന്തരമില്ലാതെ വിദ്യാപതി ആ രഹസ്യം വെളിപ്പെടുത്തി. മഹാദേവന്റെ രഹസ്യം പുറത്തുവന്നതുകൊണ്ട് നിബന്ധന ലംഘിക്കപ്പെട്ടു. നിമിഷങ്ങൾക്കകം മഹാദേവൻ പ്രകാശമായൊരു തേജസ്സായി മാറി അപ്രത്യക്ഷനായി. വിദ്യാപതി തകർന്നുപോയി, വനങ്ങളിലോടി. ഉഗ്ന, നീ എവിടെ? ഭക്തന്റെ വിലാപം കേട്ട് മഹാദേവൻ ദർശനം നൽകി ആശ്വസിപ്പിച്ചു. ഞാൻ സദാ ഈ ശിവലിംഗത്തിൽ വസിക്കുമെന്നും ഭക്തർക്ക് സഹായകമായിരിക്കുമെന്നും. ഇന്നും മിഥിലയിലെ ഉഗ്നമഹാദേവ ക്ഷേത്രം ഇതിന്റെ സ്മരണയായി നിലനിൽക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഉഗ്നമഹാദേവ്.